നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോച്ചെ എന്ന സെക്സിസ്റ്റ് സൈക്കോ, ദ്വയാർത്ഥ പ്രയോഗക്കാരൻ, അശ്ലീലം പറയുന്ന ബോച്ചെ പണത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യും, സ്ത്രീകളെ അധിക്ഷേപിക്കും. പക്ഷെ ഹണി റോസ് അത്ര ഡീസന്റ് ഒന്നുമല്ലല്ലോ. ഒരു സാമൂഹിക അശ്ലീലമായി മാറിയ ബോച്ചയെ ന്യായീകരിക്കുന്ന ബാലൻസ് കെ നായർ കുറിപ്പാണിത്. സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഇത് ബോധപൂർവം പ്രചരിപ്പിക്കുന്നു. ഹണി റോസിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇന്നലെ ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു പരാതി നൽകിയതോടെ ബോബി ചെമ്മണ്ണൂർ പൂർണ്ണമായി വിറച്ചു നിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ചാനലുകളോട് സംസാരിക്കവേ ബോബി ചെമ്മണ്ണൂർ പരസ്യമായി മാപ്പ് പറഞ്ഞു. താൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്നും ബോബി ചെമ്മണ്ണൂർ. സംഗതി കളിപാളിയെന്ന് ബോബി ചെമ്മണ്ണൂരിന് ബോധ്യമായി. ഹണി റോസിനെ അനുകൂലിക്കുന്നുവെന്ന മട്ടിൽ ബോബി ചെമ്മണ്ണൂരിനെ മുച്ചൂടും ചീത്ത പറയുക, പിന്നീട് ഹണി റോസ് അത്ര ഡീസൻ്റ് ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞു വയ്ക്കുക. ചുരുക്കത്തിൽ ഹണി റോസിനെതിരെ സൈബർ ആക്രമണങ്ങളുടെ മറ്റൊരു വകഭേദമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. കേരള ജനതയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ വിറ്റ് ജീവിച്ച നടിയാണ് ഹണി റോസ് എന്ന് ചിലർ പച്ചയ്ക്ക് പറഞ്ഞു. മലയാളിക്ക് ഇത്ര ലൈംഗിക ദാരിദ്ര്യമുണ്ടോ എന്ന് മറ്റു ചിലർ. എന്നാൽ മലയാളികൾക്കിടയിൽ കടുത്ത ലൈംഗിക ദാരിദ്ര്യമുണ്ട് എന്നതാണ് സത്യം. മലയാളികൾക്കിടയിൽ ഇത്രമേൽ ലൈംഗിക ദാരിദ്ര്യമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഭരണകൂടം ഉൾപ്പെടെ പലവിധ കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. പൊതുമധ്യത്തിൽ സ്വയം ഒരു കമ്മ്യൂണിറ്റിയായി നിന്നുകൊടുത്തതല്ലേ ഹണി റോസ് എന്നൊക്കെ പരിഹസിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ പരിഹാസങ്ങൾക്ക് മറുപടിയുമായി മറ്റു ചിലരും ഇപ്പോൾ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ നിറയുന്നു. അവിടെയാണ് ഹണി റോസ് എല്ലാത്തിനും മറുപടി കൊടുക്കുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥ അംഗീകരിക്കാത്ത ഒരു വസ്ത്രവും താൻ ധരിച്ചിട്ടില്ല. എന്നാൽ ഹണി റോസിനെ കണ്ട് ഏതെങ്കിലും പുരുഷനോ സ്ത്രീക്കോ ട്രാൻസ്ജെൻഡറിനോ എന്തെങ്കിലും വികാരം തോന്നിയെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്. മനുഷ്യർക്ക് മനുഷ്യനോട് ലൈംഗിക താല്പര്യം തോന്നുക പ്രകൃതി നിയമം. അതുകൊണ്ട് തന്നെ ഹണി റോസിനോട് ആർക്കെങ്കിലും ലൈംഗിക താല്പര്യം തോന്നിയാൽ അതിൽ തെറ്റു പറയാനുമില്ല. ഇപ്പോഴിതാ ഹണി റോസിനെ വിമർശിച്ച് നടി ഫറ ഷിബ്ല രംഗത്തെത്തി. ഇത്തരം പല നടികളും രംഗത്തെത്തുന്നുണ്ട്. സൈബർ ബുള്ളിയിങ്ങിനെ ഒരു തരത്തിലും താൻ ന്യായീകരിക്കുന്നില്ല. അതിനെതിരെ ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും വളരെ ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തിയ വ്യക്തിയാണ് ഹണി റോസ്. ആ പ്രവൃത്തി അത്ര നിഷ്കളങ്കമായിരുന്നില്ല എന്ന് ഫറ തുറന്നടിക്കുന്നു. ഹണി റോസിന്റെ ഉദ്ദേശശുദ്ധിയിൽ അവർ സംശയം പ്രകടിപ്പിക്കുന്നു. ഫറയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷേമിംഗ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റ് തന്നെയാണ്. അതിനെതിരായി മിസ് ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ എൻ്റെ മേഖല ഇതായതുകൊണ്ട് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു, ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു. അത്രയും നിഷ്കളങ്കമായ കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല. മിസ് ഹണി റോസ് വളരെ ബുദ്ധിപരമായി മെയിൽ ഗെയ്സിനെയും ഈ നാടിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വൾഗറായ ആംഗിളിലെടുത്ത തൻ്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത്? സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും. ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ? ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു. ഒരുപക്ഷെ അവർ കോൺഷ്യസായി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല. ഇൻഫ്ലുവൻസ് ചെയ്യാൻ സർവൈവലാണ് അവർക്ക് ഉദ്ഘാടന പരിപാടികളെന്ന് മനസ്സിലാക്കുന്നു. ഉദ്ദേശിച്ചിട്ടുമുണ്ടാവില്ല. എന്നാൽ ഉദ്ദേശത്തേക്കാൾ പ്രധാനം അതുണ്ടാക്കുന്ന സ്വാധീനമാണ്. ധാർമ്മികമായി ശരിയല്ലാത്തതൊന്നും പൊളിറ്റിക്കലായും ശരിയല്ല. അതുകൊണ്ട് തന്നെ ഹണി റോസിന്റെ ഈ യുദ്ധത്തെ അവർ തള്ളിപ്പറയുന്നു. ഇത്തരം നിരവധി കുറിപ്പുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യം ഇത്രമേൽ ഉപയോഗപ്പെടുത്തിയ മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന ചോദ്യം ഫറ ഉയർത്തുമ്പോൾ അതിനുത്തരം പറഞ്ഞേ തീരൂ ഹണി റോസ്. ബോച്ചെ ഒരു ചെറ്റയാണ്, നാറിയാണ്, സാമൂഹ്യ വിരുദ്ധനാണ് എന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. എന്നാൽ ഇതിനുമപ്പുറം ചില വഷളത്തരങ്ങൾ ഇപ്പോൾ പ്രകടമാണ്. ഹണി റോസിന് പിന്തുണയുമായി അമ്മ എന്ന സംഘടന രംഗത്തെത്തിയിട്ടുണ്ട്. മുമ്പ് ഇതേ അമ്മ എന്ന സംഘടനയെ നമ്മൾ കണ്ടതാണ്. അമ്മയുടെ ഭാരവാഹികളുടെ തനി സ്വഭാവം നമ്മൾ കണ്ടതാണ്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ കേരളത്തിലെ ഒട്ടനവധി നടിമാരെത്തി ഈ നടന്മാരുടെയും സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും പച്ചയ്ക്കുള്ള ബലാത്സംഗത്തെക്കുറിച്ചും എത്രയെത്ര പരാതികളാണെന്ന് അവർ ഉന്നയിച്ചത്. എന്നിട്ട് അമ്മ എന്തു പിന്തുണയാണ് ആ നടികൾക്ക് നൽകിയത്? അമ്മ എന്ന സംഘടനയുടെ അധികാര സ്ഥാനത്തിരുന്ന് ബലാത്സംഗം ഉൾപ്പെടെ ക്രിമിനൽ കുറ്റം ചെയ്ത് കോടിക്കണക്കിന് രൂപ വാരിയെറിഞ്ഞ് സുപ്രീം കോടതി വരെ പോയി
ജാമ്യം സംഘടിപ്പിച്ച അതേ നടന്മാരാണ് ഇപ്പോൾ ബോച്ചയെ ജയിലിലടയ്ക്കണമെന്ന് ആക്രോശിക്കുന്നത്. ഹണി റോസിന്റെ ഏട്ടന്മാർ എന്നൊക്കെയാണ് അവരിപ്പോൾ സ്വയം പ്രഖ്യാപിക്കുന്നതും. ഇതൊക്കെ കാണുമ്പോൾ കേരളം മൂക്കിൽ വിരൽ വയ്ക്കുന്നു. ഇപ്പോൾ ഹണി റോസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന മലയാളത്തിലെ ചില നടികളും അമ്മയുമൊക്കെ ഈ ഏട്ടന്മാരെ കുറിച്ച് എന്തു പറയുന്നു? ബോച്ചെ ലക്ഷണമൊത്ത ഒരു സെക്സിസ്റ്റ് സൈക്കോ തന്നെയാണ്. ഇന്നലെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി നടി ഹണി റോസ് നേരിട്ട് പരാതി നൽകുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ. അതിന് തൊട്ടുമുൻപ് മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അവർ നേരിൽ കണ്ട് ഈ പരാതി ഉന്നയിച്ചിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് കടുത്ത തീരുമാനം. ചില അഭിഭാഷകരുമായും ഹണി റോസ് ചർച്ച നടത്തി. സംഗതി പന്തിയല്ല എന്ന് ബോബി ചെമ്മണ്ണൂരിന് ബോധ്യമായി. ഇതിനെ തുടർന്നാണ് പരസ്യ മാപ്പുപറച്ചിലുമായി അയാൾ കളത്തിലിറങ്ങിയത്. ബോബി ചെമ്മണ്ണൂരിന്റെ വ്യവസായ സാമ്രാജ്യത്തിനും ഇടിവ് തട്ടിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ. സംഗതി ഒട്ടും ഭദ്രമല്ല. ഹണി ദേവിയെ കുന്തി ദേവി എന്ന് ഉപമിച്ച ആ സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായത്. കു എന്ന അക്ഷരത്തിന് ശേഷം മറ്റൊരക്ഷരമിട്ട് ഹണി റോസിനെ എല്ലാവരും കൂടി അങ്ങ് പൊതിരത്തല്ലി. സൈബർ ഇടങ്ങളിൽ അവർ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ പിൻഭാഗത്തെക്കുറിച്ചുമൊക്കെ പച്ചയ്ക്ക് പരിഹാസങ്ങൾ. ഞാൻ പറഞ്ഞത് ആളുകൾ വളച്ചൊടിച്ച് സംസാരിച്ചുവെന്നാണ് ഇപ്പോൾ ബോച്ചെ പറയുന്നത്. എന്നാൽ ഇതേ ബോച്ചെ തന്നെയല്ലേ മറ്റൊരു അഭിമുഖത്തിൽ നടിയെക്കുറിച്ചല്ലേ താൻ പറഞ്ഞത്, വെടിയെക്കുറിച്ചല്ലല്ലോ എന്നൊക്കെ തട്ടിവിട്ടത്. എന്തൊക്കെയായിരുന്നു ബോച്ചെ ദ്വയാർത്ഥങ്ങൾക്കപ്പുറം പച്ചയായി അശ്ലീലം വിളമ്പിയത്? നിങ്ങൾ ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനവുമായി സഹകരിച്ചതുകൊണ്ട് മാത്രം അതിഭീകരമായ ലൈംഗിക അധിക്ഷേപമാണ് താൻ നേരിട്ടത് എന്ന് ഹണി റോസ് ഇന്നലെയും തുറന്നടിച്ചു. ശക്തമായ നിയമയുദ്ധം തുടരുമെന്നാണ് അവർ വ്യക്തമാക്കിയത്. കുറെ നാളുകളായി ഞാനും എന്റെ കുടുംബവും മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്നു. എനിക്കോ മറ്റൊരാൾക്കോ ഇത്തരം അധിക്ഷേപങ്ങളെ നേരിടേണ്ട കാര്യമില്ല. ഈ ഒരു വ്യക്തിയുടെ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ തുടങ്ങിയതാണ് പ്രശ്നം. എന്റെ അതൃപ്തി അറിയിച്ചിട്ടും അദ്ദേഹം ഉൾപ്പെടുന്ന മറ്റു പരിപാടികളിൽ നിന്ന് മാറി നിന്നിട്ട് പോലും വീണ്ടും മോശമായ പരാമർശങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും കടുത്ത ലൈംഗിക വൈകൃതങ്ങളാണ് അയാളിൽ നിന്ന് താൻ നേരിട്ടത്. അതിൻ്റെ എല്ലാം ബാക്കിയായി സമൂഹ മാധ്യമങ്ങളിലും കമന്റ് ബോക്സിലും ഇൻബോക്സിലുമൊക്കെ പല ആളുകളിലൂടെ ഇത് തുടർന്നു. സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. പല പ്ലാറ്റ്ഫോമുകളിലും എൻ്റെ ശരീരത്തെ അധിക്ഷേപിച്ചും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ആംഗ്യം കാണിച്ചുമെല്ലാം അയാൾ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി സഹകരിച്ചതുകൊണ്ട് മാത്രം ഭീകരമായ അധിക്ഷേപം ഞാൻ നേരിട്ടു. താൻ പരാതി കൊടുത്തത് ഇവിടം കൊണ്ട് നിർത്തിപ്പോകാനല്ല, അങ്ങനെ നിർത്തിപ്പോകാൻ വേണ്ടിയല്ല ഈ യുദ്ധം തുടങ്ങിയത്. ഇത്രയും വർഷമായി ഒരു വാക്കുപോലും പറഞ്ഞ് വിവാദമുണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഹണി റോസ് നൽകിയ പരാതിയിൽ കേസെടുത്തു എന്ന് പോലീസ് അറിയിച്ചു. അധിക്ഷേപ പരാമർശങ്ങളും ഹണി റോസിനെ അപമാനിക്കുന്ന തലത്തിൽ തംബ്നെയിലുകളുമിട്ട ഏകദേശം 20ഓളം യൂട്യൂബുകൾക്കെതിരെ നിയമ നടപടി തുടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. ഹണി റോസിന്റെ പോസ്റ്റിന് കീഴിൽ മ്ലേച്ഛമായ കമന്റുകളിട്ട 27 പേരെ പോലീസ് തൂക്കിക്കൊണ്ടിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് നൽകിയത് ലൈംഗിക അധിക്ഷേപത്തിനെതിരെയുള്ള ശക്തമായ വകുപ്പുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള കൃത്യമായ പരാതി. നിയമവിദഗ്ധരാണ് ഈ പരാതി തയ്യാറാക്കി കൊടുത്തതെന്ന് വ്യക്തം. സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകുമ്പോൾ തന്റെ പേര് മറക്കരുത് എന്ന് ഹണി റോസ് മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. കണ്ണൂർ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഉദ്ഘാടന വേദിയിൽ അപമാനകരമായി പെരുമാറിയപ്പോൾ ഉള്ളിൽ കനത്ത വേദനയുണ്ടായി. എങ്കിലും ചടങ്ങ് അലങ്കോലമാക്കേണ്ട എന്ന ചിന്തയിൽ ചിരിച്ചു നിന്നു. ലൈംഗിക അധിക്ഷേപം നടത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രതി തന്നെ പിന്തുടർന്നുവെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് തലശ്ശേരി ബ്യൂട്ടി പാർലർ ആൻഡ് ജിം ഉദ്ഘാടന സ്ഥലത്തെത്തിയ പ്രതി ലൈംഗിക ചുവയോടെ തന്നോട് സംസാരിച്ചു. ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ തൃപ്രയാർ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചുവെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് താൻ അറിയിച്ചു. പിന്നീട് പ്രതികാര ബുദ്ധിയോടെ പല അഭിമുഖങ്ങളിലും തന്നെ അപമാനിച്ചു, അധിക്ഷേപിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ അധിക്ഷേപങ്ങളുടെയും അശ്ലീലങ്ങളുടെയും ലൈംഗിക ചുവ കലർന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെയും ഒക്കെ മുഴുവൻ വീഡിയോ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു. പരമാവധി വീഡിയോ ഹണി റോസ് തന്നെയാണ് സംഘടിപ്പിച്ച് പോലീസിന് കൈമാറിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് ജുവലറിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഇപ്പോൾ പരാതിയുമായി വരാൻ എന്താണ് കാരണമെന്ന് തനിക്കറിയില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ വിശദീകരിക്കുന്നു. എന്നാൽ കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം എന്ന് ബോബി ചെമ്മണ്ണൂരിന് മനസ്സിലായി. ഇനിയും ആ വ്യാജസിംഹാസനത്തിൽ എത്ര കാലം ഇതുപോലൊരു വഷളന് കയറിയിരിക്കാൻ കഴിയും? അതുതന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വലിയ ചോദ്യം. ബോബി ചെമ്മണ്ണൂർ എന്ന ആഭാസന്റെ വഷളന്റെ വീഴ്ച തന്നെയാണ് ഇപ്പോൾ ഹണി റോസിലൂടെ കേരളം കാണുന്നത്. അതിലപ്പുറം തൽക്കാലം ഹണി റോസിനെ കീറിമുറിക്കുന്ന, അധിക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന പരാമർശങ്ങൾ അവിടെ നിൽക്കട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.